നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജാശാനന്ദവന്ദിതൻ കേശവൻ പങ്കജലീല പൂങ്കന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോൽപലാപൻ നിരുപമൻ നിർമ്മലൻ നീലഗണപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ രസന്മാലേയവങ്കമലങ്കരിച്ചെങ്ങിനെ ബാലാർക്ക സന്നിപകൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനുസമാനനായ സമം ലീലയാ താമ്പൂല ചർവണാധീരതി വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോളലങ്കരിച്ചിടിനാൻ മുക്ത ശരചന്ദ്രതുല്യ തേജസ്സുടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരാമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും വാരവീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാരമണീയ പൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു തന്നിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഖം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാണുവാൻ അവകാശവും വന്നിതു പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ എന്നോട് വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നത് പോന്നിതേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നാൽ ഇനി എന്തു ചെയ്യണോ ചെയ്യുക വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിക്കുന്നെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതിന് നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതെങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്ന ലോകേശാറ്റൊന്നത് സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽ പിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നത് നിർണയം ഈരേഴ് ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരം ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അന്നോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞത് സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായത് നീയല്ലോ ശുക്ല രക്താസിതവർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയം യുക്തനായിരുന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും
സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. സത്യം തയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി. സാരസ സംഭവനായതും നീ, തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി, ശീതകിരണൻ നീ രോഹിണി ജാനകി. ആദിതേയാദിവൻ നീ ശചി ജാനകി. യാദവേദസ്സു നീ സ്വാഹ മഹീസുത, അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംബൽക്കരി, സീതാ രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരകുമാര രഘുപതേ, രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വദ്രുവം നീ ലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു, സത്യപരാക്രമ സൽഗുണവാരിതേ. യാതൊന്ന് പുല്ലിംഗവാചകം, വേദാന്ത വേദ്യ തൽസർവമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം, യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളൊരുവരും എന്നിയെ മറ്റൊന്നുമെന്നുമേ കണ്ടില്ല, കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോര് നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനോവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നോർവീവതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ട്, നിർമ്മലന്മാ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യേ, ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും, മൂലമാം ചിത്തിനുള്ള ഒരു പാതിക്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും. അന്യൂനനാം പരൻ തത്വയുക്തൻ വിഭോ, സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി. തേജോമയനാംബരൻ പരമാത്മാവ് രാജീവലോചനാവുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നത് ലോകങ്ങൾ, നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കവേ. നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ, ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഒക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്ത ഭൃത്യ ഭൃത്യന്മാരിലേഖനെ എന്നൽപജ്ഞനാ എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാവിപങ്കജത്തിങ്കൽ നിന്നേകത ഉന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോട് എന്നെ അനുഗ്രഹിക്കണം. വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് നീ വണ്ണം പറഞ്ഞിടാൻ നാരദൻ. ആനന്ദ ബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ.
ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നു ഒരുമ്പെട്ടിരിക്കുന്നതു നീയും അതിന് അനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശം ഉണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവെന്നോട് സത്യൻ ചെന്ന് പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിന് ഉത്തരമായ അരുൾ ചെയ്തത് രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ. ചിത്തേ വിഷാദമുണ്ടാകായതു മൂലം കാലവിളംബനമെന്തിനല്ലല്ലേ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലോകക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതെല്ലാവർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ. ആലീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതദാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം യമിച്ചിടുന്നാതരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് വിത്തിലെ